Nucleus Properties Close Encounter, brought to you by Nucleus Properties. Nucleus Villas and Apartments, Kochi, Kottayam. Live life. Powered by Bright Light. പുതിയ ഇവോ സീരീസ് ഫ്രം ബ്രൈറ്റ് ലൈറ്റ് വിരൽത്തുമ്പിലെ സൂര്യൻ. നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനാണ് ക്ലോസ് എൻകൗണ്ടറിൽ ഈ ആഴ്ച. ഹിന്ദുക്കൾ രാഷ്ട്രീയ ശക്തിയല്ല, ബാർഗൈനിങ് കപ്പാസിറ്റി ഇല്ല, അവർ ചിതറിക്കിടക്കുകയാണ്, യോജിപ്പിക്കണം എന്നതാണ് താങ്കളുടെ ലക്ഷ്യം. എങ്ങനെയാണ് ഹിന്ദുക്കളെ മാത്രമായി യോജിപ്പിച്ചെടുക്കുക? അത് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയൊരു സമൂഹമാണ്. ഒരു മതപരമായ ആവശ്യം എന്നുള്ളതല്ല, അതൊരു സാമൂഹ്യപരമായ ഒരു ആവശ്യമാണ്. ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുക. നമ്മൾ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുക എന്ന് പറയുമ്പോൾ മതപരമായി ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതിനനുസരിച്ചുള്ള പ്രചരണങ്ങളാണ് കുമ്മനം രാജശേഖരൻ ഇതിനകം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ നിലയിലുള്ള ഒരു പ്രചരണ പരിപാടികളിലേക്ക് പോയി പരമാവധി സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നതായിരിക്കില്ലേ അങ്ങയുടെ ലക്ഷ്യം? ഇതൊരു മതവിവേചനമാണ്. അപ്പോൾ ഈ മതവിവേചനത്തെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അതെങ്ങനെ വർഗീയമാകും, അതെങ്ങനെ ധ്രുവീകരണമാകും? അന്നം, വെള്ളം, മണ്ണ്, തൊഴിൽ എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള 4 പ്രശ്നങ്ങളെ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു വലിയ ജനമുന്നേറ്റമാണ് ഈ കേരളത്തിൽ ഇനി ഉണ്ടാകേണ്ടത്. ഇന്ന് നെഗറ്റീവ് പൊളിറ്റിക്സാണ്, നിഷേധാത്മകമായ രാഷ്ട്രീയമാണ്. ഈ നിഷേധാത്മകമായ രാഷ്ട്രീയത്തിന് ബദലായി ഇവിടെ ഒരു സർഗാത്മക രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ സ്പേസ് ഈ കേരളത്തിലുണ്ട്. ആ സ്പേസിലേക്കാണ് BJP കിടക്കുന്നത്. ഭിന്നിച്ച് നിൽക്കുന്ന BJPയെ ഒന്നായി കൊണ്ടുപോവുക എന്നുള്ളതാണ് കുമ്മനം രാജശേഖരനിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം. താങ്കൾക്ക് ഇപ്പോൾ സംഘടനയുടെ ഏതാണ്ട് ഒരു ചട്ടക്കൂടൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആ തരത്തിലുള്ളൊരു വിഭാഗീയത, ഗ്രൂപ്പിസം അവസാനിപ്പിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കൾ? അല്ല, ഗ്രൂപ്പിസം ഉണ്ടെങ്കിലല്ലേ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. ഞാൻ BJPയുടെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായിരുന്നില്ലെങ്കിലും എനിക്ക് ഈ രാഷ്ട്രീയത്തിൽ അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന എല്ലാവരുമായി നല്ല സൗഹൃദവും സ്നേഹബന്ധവും ഉള്ളവർ തന്നെയാണ്. 10, 30, 35 വർഷമായിട്ട് വളരെ നന്നായിട്ട് അടുത്തറിയാവുന്നവരാണ്. ആ സുഹൃത്ത് ബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും, ഈ ഭാരതീയ ജനതാ പാർട്ടിയിൽ യാതൊരുവിധ ഗ്രൂപ്പിസും ഇല്ല. ഉണ്ടെങ്കിലല്ലേ എനിക്ക് പരിഹരിക്കേണ്ടതായിട്ടുള്ളൂ. എനിക്ക് അതിനകത്തൊരു സംശയമുള്ളത്, ഒരു സ്വാഭാവിക സംശയമായിരിക്കും, ഒരുപക്ഷെ ഇത് കാണുന്ന പ്രേക്ഷകർക്കും ആ സംശയം ഉണ്ടാവും. BJPയിൽ ഒരുപാട് നേതാക്കളുണ്ടല്ലോ, അവരെ ചൂസ് ചെയ്യാതെ എന്തുകൊണ്ട് ഇന്നത്തെ BJP നേതൃത്വം കുമ്മനം രാജശേഖരനെ തെരഞ്ഞെടുത്തു? ആ ചോദ്യം ചോദിക്കേണ്ട എന്നോടല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം തിരഞ്ഞെടുത്തവരോട് ചോദിക്കില്ല. പക്ഷേ എന്നെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോഴും ശ്രീ കുമ്മനം രാജശേഖരനുമായി സംസാരിക്കുന്നുണ്ട്. എനിക്കറിയാം ശ്രീ കുമ്മനം രാജശേഖരൻ താങ്കൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് താല്പര്യപ്പെട്ടു നിന്നയാളല്ല എന്തായാലും. അപ്പോൾ BJPയുടെ കേന്ദ്ര നേതൃത്വം താങ്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്, താങ്കൾക്കാണ് ഇപ്പോൾ ഈ സംഘടനയെ നയിക്കാനാവുക എന്ന്. അതെങ്ങനെ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും അറിയത്തുള്ളൂ എന്നെ ഈ ചുമതല ഏൽപ്പിക്കാൻ എനിക്കുള്ള യോഗ്യത എന്ത് എന്നുള്ളത്. അവർ കണ്ടത് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഈ ചുമതല ഏറ്റെടുക്കണം എന്നോട് ആവശ്യപ്പെടുന്നു, എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നിങ്ങൾ ഈ നേതൃസ്ഥാനം ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെടുന്നു എന്ന് ഘട്ടം വന്നപ്പോൾ എനിക്ക് അനുസരിക്കാതിരിക്കാൻ വേറെ മാർഗം. ഞാൻ BJPയുടെ മറ്റ് നേതാക്കൾ അവിടെ ഇരിക്കുകയല്ലേ, ഒരുപാട് സംഘടന ജനറൽ സെക്രട്ടറിമാരുണ്ട്, ഒരുപാട് വൈസ് പ്രസിഡന്റുമാരുണ്ട്. അല്ല, അത് സംഘടനയുടെ ഉത്തരപ്പെട്ട ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുടെ സ്വാതന്ത്ര്യവും അവകാശവുമാണ് അതിൻ്റെ സംസ്ഥാന നേതാവ് ആരായിരിക്കണോ തീരുമാനിക്കേണ്ടത്. അത് ഏത് സംഘടനയുടെ അങ്ങനെ തന്നെയാണ്. അതിന് അവർക്ക് ചില ക്രൈറ്റീരിയ കാണും, അതിന് ചിലത് കാണും. പക്ഷേ അങ്ങനെയല്ല കുമ്മനം രാജശേഖരൻ. കാരണം നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ BJPയിലാണ് സംഘടനാപരമായ ജനാധിപത്യം കുറെയെങ്കിലും കണ്ടിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞാൽ നമ്മൾ കോൺഗ്രസ് പാർട്ടിയിലൊക്കെ തന്നെയും അതിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് അതിനകത്ത് ഇന്ന ഡെമോക്രസി ഇല്ല എന്നുള്ള കാരണത്താലാണ്. BJPയിലും അതില്ല. ഇപ്പോൾ BJPയും കെട്ടിയിറക്കുകയാണ് കുമ്മനം രാജശേഖരൻ എന്ന തീവ്ര നിലപാടുകാരനെ. കെട്ടിയിറക്കിയെന്നിങ്ങനെ പറയാൻ സാധിക്കും. അതിൻ്റെ ഉന്നത നേതാക്കൾ ഈ കേരളത്തിലെ പല പ്രവർത്തകരുമായും നേതാക്കന്മാരുമായും കൂടിയാലോചിച്ച് ഒരു സമവായത്തിലെത്തി എൻ്റെ പേര് ഒരുപക്ഷെ നിർദ്ദേശിച്ചായിരിക്കണം. അല്ലാതെ വെറുതെ കെട്ടിയിറക്കുന്നതെന്ന് പറയാൻ പറ്റൂ? ഒഴിവാക്കണം, സംഘടനയെ ഒന്നിച്ചു കൊണ്ടുപോകണം, ഹിന്ദു വികാരം ഉണർത്തിവിടണം, നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കണം, ഈ ലക്ഷ്യങ്ങളൊക്കെ തന്നെയാണ്. അതെ, അവർ അതിന് കണ്ട ക്രൈറ്റീരിയ എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവർ കെട്ടിയിറക്കിയതൊന്നുമല്ല. അവർ അതിൻ്റെ ജനാധിപത്യ മാർഗത്തിലൂടെ അതിൻ്റെ എല്ലാവരോടും ആലോചിച്ചും കൂടിയാലോചിച്ചും ഒക്കെ തന്നെ
ഒരു പേര് കണ്ടെത്തിയതായിരിക്കണം. ആയിരിക്കുന്നതാണ് എൻ്റെ ബലമായിട്ടുള്ള എന്ത് വിശ്വാസം. ടാർഗറ്റാണ് അമിത്ഷായും നരേന്ദ്രമോദിയും താങ്കൾക്ക് നൽകിയിരിക്കുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഇപ്പോൾ 3-4 മാസങ്ങൾക്ക് മുമ്പാണ് താങ്കളുടെ അപ്പോയിൻമെൻറ്റ്. കേന്ദ്ര നേതൃത്വം താങ്കൾക്ക് എന്തെങ്കിലും ടാർഗറ്റ് തന്നിട്ടുണ്ടോ? ഇതാണ് താങ്കൾ അച്ചീവ് ചെയ്യേണ്ടത് എന്ന്? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൻ്റെ ഭരണത്തിലെത്തിക്കുക എന്നുള്ള ഒരു മഹത്തായ ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അസാധ്യമാണെന്ന് അറിയാം താങ്കൾക്ക്. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോലും കഴിയാത്ത പാർട്ടിക്ക് ഭരണത്തിലെത്താൻ കഴിയണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ് എന്ന് അമിത്ഷായോടും നരേന്ദ്രമോദിയോടും പറയാനുള്ള എന്ന് ചില ആളുകൾ അങ്ങനെ പറഞ്ഞേക്കാം. പക്ഷേ ഞാൻ യാഥാർത്ഥ്യബോധത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നൊരു കാര്യമാണ്, എനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകും, ഏതെങ്കിലും ചില സീറ്റുകളിലെങ്കിലും, അല്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാകും എന്ന ആത്മവിശ്വാസം അങ്ങേക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അത് വെട്ടിത്തുറന്ന് ഞാൻ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മലപ്പൊടിക്കാരൻ്റെ സ്വപ്നമൊന്നുമല്ല. അത് യാഥാർത്ഥ്യബോധത്തോടുകൂടി സത്യസന്ധമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തിയതിന് ശേഷം ആത്മവിശ്വാസത്തോടും ആത്മാഭിമാനത്തോടും ആത്മധൈര്യത്തോടും കൂടി തന്നെയാണ് പറയുന്നത്. ഏതൊക്കെ സീറ്റുകളിലാണ് മുൻതൂക്കമുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ 20-ാം തീയതി ഈ കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലൂടെ യാത്ര ചെയ്യാൻ പോവുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ പൾസ് എന്ത് എന്നുള്ളതിനെപ്പറ്റി വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടും ബോധ്യപ്പെട്ടുകൊണ്ടും അവരുടെ ഇടയിലൂടെയാണ് ഞാൻ പോകുന്നത്. അതിനുശേഷം ഓർഗനൈസേഷൻ ഇപ്പോൾ പ്രവർത്തന യന്ത്രം നമ്മൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടത്തക്ക വിധത്തിൽ സംഘടനാ സെറ്റപ്പ് ശരിയാക്കുകയാണ്. സംഘടനാ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ പഴയ ഭാരവാഹികൾ തന്നെ തുടരുകയാണോ ചെയ്യുക? ആ ഭാരവാഹികൾ തുടരണമല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊന്നും ഒരു അഴിച്ചുപണി നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതേസമയം കഴിവുള്ളവർ, മാറി നിൽക്കുന്നവർ, വിട്ടുപോയവർ ഒക്കെ വേറെയും ഉണ്ടെങ്കിൽ അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വികസിപ്പിച്ചുകൊണ്ട് ഈ ബഹുജന അടിത്തറ ശക്തിപ്പെടും. ഇതൊരു പാക്കേജ് അല്ലേ? കുമ്മനത്തിന്റെ നേതൃത്വത്തിൽ ഒരു BJP, വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഒരു BDJS. ഇതൊരു പാക്കേജ് ആയിട്ടായിരിക്കില്ലേ ആസൂത്രണം ചെയ്തിട്ടുണ്ടാവുക? യഥാർത്ഥത്തിൽ കുമ്മനത്തെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ വെള്ളാപ്പള്ളിയിലൂടെ നിലം ഉഴാൻ അമിത്ഷാ തീരുമാനിച്ചിരുന്നു. വെള്ളാപ്പള്ളി ആ നിലം ഉഴുതു കഴിഞ്ഞപ്പോഴാണ് കുമ്മനത്തെ വിതയ്ക്കുന്നത്. അല്ല, കുമ്മനത്തെ വിതയ്ക്കേണ്ട കാര്യമില്ല. ഉഴാനും വിതയ്ക്കാനും വളർന്ന് വികസിക്കാനും ഒക്കെ ഞാൻ ഈ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിലുള്ള ഒരാൾ തന്നെയാണ്. അത് ഞാനൊരു പുതുമുഖമൊന്നുമല്ല. ഈ രംഗത്ത് ഞാനും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. നിലമുഴാനും ഒക്കെ ഞാനും പണ്ടുകാലം മുതൽ 40 വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്ത് അതാണ് കക്ഷി രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ ഞാൻ പുതുമുഖമായിരിക്കാം. പക്ഷേ ഞാൻ ഈ രാഷ്ട്രീയത്തിൽ പുതുമുഖമല്ല. ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ്. അമിത്ഷാ അങ്ങനെ ഉഴാൻ വേണ്ടി അദ്ദേഹത്തെ വിട്ടയച്ചതാണെന്നോ, എന്നെ അതൊക്കെ ഉഴുതതിന് ശേഷം ഇവിടെ കൊണ്ട് വിതയ്ക്കാൻ വേണ്ടി വിട്ടയാളാണെന്നോ ഒക്കെ പറയുന്നതൊക്കെ ഭാവനാ സൃഷ്ടികൾ മാത്രമാണ്. അദ്ദേഹം SNDP യോഗത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ടുള്ള ഒരാളാണ്. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ഒരു നൗഷാദിൻ്റെ പേരിൽ കുറച്ച് വിദ്വേഷം പ്രസംഗിച്ചു എന്നതിനപ്പുറത്ത്, അല്ലെങ്കിൽ കുമ്മനത്തിൻ്റെ ഒരു സംഘടനാ പ്രവേശനത്തോടുകൂടി, BJP പ്രവേശനത്തോടുകൂടി എന്താണ് ഈ നാട്ടിൽ പുതുതായി സംഭവിക്കുന്നത്? നിങ്ങൾക്കൊരു മാറ്റവും കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിൽ എന്തെങ്കിലും സൂചന ലഭ്യമാണോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഈ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സാമൂഹ്യ സമത്വ യാത്ര തന്നെ ഒരു ഉദാഹരണമാണ്. എത്രയോ ജനങ്ങൾ അതിൻ്റെ പിന്നാലെ വരുന്നു. ഇപ്പോൾ ഞാൻ തന്നെ 2 ആഴ്ച ഈ കേരളത്തിൽ ഏതാണ്ട് മുഖ്യ സ്ഥലങ്ങളിൽ പോവുകയും ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായ ഒരു മാറ്റമുണ്ട്. ശരിയാണ്. ഒരു പുതിയ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ആവേശകരമായ, പാർട്ടി പ്രവർത്തകരിൽ ആവേശകരമായ പ്രതികരണം താങ്കൾക്ക് ലഭിക്കുന്നുള്ള. പക്ഷേ ഇവിടെ ഒരു രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരാനാണ് കുമ്മനത്തെയും വെള്ളാപ്പള്ളിയെയും BJPയുടെ ദേശീയ നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. എന്ത് രാഷ്ട്രീയ മാറ്റമാണ് നാം മുന്നിൽ കാണുന്നത്? LDFനും UDFനും എതിരായിട്ട് ഭയങ്കരമായ ഒരു ജനവികാരം ഈ കേരളത്തിലുണ്ട്. അതൊരു വലിയ രാഷ്ട്രീയ, ഇതിനകം തന്നെ നമ്മുടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുള്ളതാണ്. LDFന് ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്, അവർക്കൊരു മുൻതൂക്കം ഉണ്ടായിട്ടുണ്ട്. എന്നതിനപ്പുറത്ത് BJPക്ക് LDFനും UDFനും ഒപ്പമെത്താൻ കഴിയുന്ന ഒരു സൂചനയും ലഭ്യമല്ല. ഉണ്ടല്ലോ, വളർച്ചയുടെ വലിയ സൂചനയുണ്ട്. ഒരു ഭാവാത്മകമായ ശുഭസൂചനയാണ് അത്. 15% വോട്ട് കിട്ടിയിട്ടുണ്ട്, വെറുതെ ഒന്നുമല്ല. 40,000-ൽ പരം വോട്ട് കിട്ടിയ 4-5 നിയമസഭാ നിയോജകങ്ങളുണ്ട് കേരളത്തിലുണ്ട്. 35,000-ൽ പരം കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്ന 8-9 നിയോജകമണ്ഡലങ്ങളുണ്ട്. 30,000-ൽ പരം വോട്ട് കിട്ടിയ 12-13 നിയോജകമണ്ഡലങ്ങളുണ്ട്.
ഇതൊന്നും ഒരു ചെറിയ കാര്യമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം. 15% വോട്ട് നേടാൻ കഴിഞ്ഞ ബി ജെ പിക്ക് ഇനിയൊരു 10, 15, 20% കൂടെ കൂടുതൽ കിട്ടുന്നതിന് ഒരു പ്രയാസവുമില്ല. അത് 2-3 മാസക്കാലത്തെ സുസംഘടിതമായ ആസൂത്രിതമായ പ്രവർത്തനത്തിലൂടെ അത് നേടിയെടുക്കാൻ കഴിയും. ആസൂത്രണം എന്താണ് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ മുദ്രാവാക്യങ്ങൾ. ഒറ്റ ആസൂത്രണമാണ് കേരളത്തില്. ഒറ്റ ആസൂത്രണമാണ്. ബൂത്ത് തലത്തിൽ ജനകീയ സമിതികൾ രൂപീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 4-5 ദിവസത്തിനകം ആ ജനകീയ സമിതികളുടെ രൂപീകരണം പൂർത്തിയാകും. അപ്പോൾ ബൂത്ത് തലം മുതൽ തന്നെ അങ്ങ് മുകളിലോട്ടുള്ള സംഘടനാ സംവിധാനം കെട്ടുറപ്പുള്ളതാകും. അതോടുകൂടി പ്രവർത്തന യന്ത്രം, എണ്ണയിട്ട പ്രവർത്തന യന്ത്രം, വെൽ ഓയിൽഡ് മിഷനറി. ക്ഷേത്ര സ്വത്തുക്കളുടെ കാര്യത്തിൽ ക്ഷേത്ര സ്വത്തുക്കൾ അന്യാധീനപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ ഗവൺമെന്റ് വളരെ കൃത്യമായി തന്നെ ഈ ക്ഷേത്ര സ്വത്തുക്കൾ ട്രഷറിയിലേക്ക് പോകുന്നു, ഭണ്ഡാരപ്പെട്ടികൾ ട്രഷറിയിലേക്ക് പോകുന്നു എന്ന BJPയുടെ പ്രചരണത്തെ കൃത്യമായി തന്നെ ഖണ്ഡിച്ചില്ലേ? കണക്കുകൾ കൊണ്ട് ഖണ്ഡിച്ചില്ലേ? ക്ഷേത്രത്തിൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുണ്ട്. ഭൂമി സ്വത്തല്ലേ? ആ ഭൂമി, ക്ഷേത്രത്തിൻ്റെ പല ഭൂമിയും സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അത് വിട്ടുകൊടുക്കണമെന്നാണ് പറയുന്നത്. 25,000 ഏക്കർ ഭൂമി, ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറഞ്ഞത് 2014 ജൂൺ മാസം 24-ാം തീയതി നിയമസഭയിൽ എഴുതി കൊടുത്ത മറുപടിയാണ്. ഇന്നും ഇരിഞ്ഞാലക്കുട ദേവസ്വത്തിൻ്റെ ഭൂമി സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്നതിനെതിരെ സമരം ചെയ്ത് പകുതിയേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോഴും ശിവരാത്രി മണപ്പുറം ആ ക്ഷേത്രം അത് സർക്കാരിൻ്റെ കയ്യിലാണ്. അതിനുവേണ്ടി സമരം നടന്നുകൊണ്ടിരിക്കുക. എത്രയോ നാളുകളായി. തിരുവല്ല ക്ഷേത്രത്തിൻ്റെ സമീപ പ്രദേശത്ത് എത്രയോ നാളുകളോട് സമരം ചെയ്തിട്ടാണ്. പുതിയകാവ് ദേവീക്ഷേത്രത്തിന് മുമ്പിലെ ഗ്രൗണ്ട് പച്ചക്കറി ചന്തയായിരുന്നു. ആ ചന്ത നമ്മൾ ഒഴിപ്പിച്ചത് സമരം ചെയ്തിട്ടാണ്. ഇങ്ങനെ നിരവധി സ്ഥലങ്ങൾ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. 25,000 ഏക്കറിൽ പരം ഭൂമി കേരളത്തിൽ അന്യാധീനപ്പെട്ടു. ഇപ്പോഴാണ് റവന്യൂ റെക്കോർഡുകളെല്ലാം ശരിയായി അതെല്ലാം വിഭജിച്ചത്. എത്രയോ നാളുകളോളമായിട്ടാണ്. അത് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? ശബരിമലയിലെയും ഗുരുവായൂർ ക്ഷേത്രത്തിലെയും ഭണ്ഡാരപ്പെട്ടികൾ നേരെ ട്രഷറിയിലേക്ക് പോകുന്നു എന്നിട്ട് അഹിന്ദുക്കൾ അത് ഉപയോഗിക്കുന്നു എന്നുള്ള പ്രചരണത്തെയാണ് സർക്കാർ കൃത്യമായി ശാസ്ത്രീയമായി ഖണ്ഡിച്ചില്ലേ? അങ്ങനെ ഒരു പ്രചരണം നടത്തിയിട്ടില്ല. എത്രയോ ടേപ്പുകൾ നമ്മൾ കേൾപ്പിക്കട്ടെ. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആരെയും വെല്ലുവിളിക്കാൻ തയ്യാറാണ്. കേൾപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞതായിട്ടോ ആരെങ്കിലും പറഞ്ഞതായിട്ടോ കേൾപ്പിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്. പറഞ്ഞ കാര്യം പറയാതിരിക്കുകയും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുകയാണ്. ശബരിമല ക്ഷേത്രം വഴി ഈ കേരള സർക്കാരിന് 10,000 കോടിയിൽ പരം രൂപയുടെ റവന്യൂ വരുമാനമുണ്ട്. ശബരിമല എന്ന് പറയുന്ന ഒരു ഒറ്റ ക്ഷേത്രത്തിൽ കൂടിയാണ്. ആ ക്ഷേത്ര മുഖാന്തരം കിട്ടുന്നുണ്ട്. അത് ഞാനിപ്പോഴും പറയുന്ന കാര്യമാണ്. റവന്യൂ വരുമാനമാണ്. 50,000 ടൂറിസം, 50 ലക്ഷത്തോളം വാഹനങ്ങൾ, ഈ 5 കോടിയിൽ പരം അയ്യപ്പന്മാർ കേരളത്തിൽ വരുന്നുണ്ട്. 50 ലക്ഷത്തോളം വാഹനങ്ങൾ ഈ കേരളത്തിൽ ഓടുന്നുണ്ട്. റവന്യൂ വരുമാനമില്ലേ? ആ ശബരിമല ക്ഷേത്രം ഇല്ലായിരുന്നെങ്കിൽ ഇത് കിട്ടുമോ? അപ്പോൾ ആ പണം സർക്കാരിന് കിട്ടുമ്പോൾ എന്തുകൊണ്ട് ക്ഷേത്രത്തിന് വേണ്ടി ഒരു നല്ല ശതമാനം കാര്യങ്ങൾ വിനിയോഗിച്ചുകൂടാ? അവിടെ എല്ലാ സൗകര്യങ്ങളും ഇപ്പോഴും റോഡിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. എന്നിട്ട് പറയുന്നത് എന്താ? ഇതൊക്കെ ശബരിമലയുടെ അക്കൗണ്ടിലാണോ എഴുതേണ്ടത്? അതെങ്ങനെയാ? 400 കോടി രൂപയുടെ റോഡ് വികസനം കഴിഞ്ഞ 5 വർഷത്തിനകം 500 കോടി രൂപയിൽ പരം ചെലവാക്കിയെന്നാണ് മന്ത്രി പറഞ്ഞത്. 5 വർഷത്തിനകമാണ്. അത് പത്തനംതിട്ട ജില്ല മുഴുവനാണ്. പത്തനംതിട്ട ജില്ലയിലെ റോഡുകൾ മുഴുവൻ പണിത് ശബരിമലയ്ക്ക് വേണ്ടിയാണ്. എന്ത് വേണമെന്നാണ് പറയുന്നത്? ഒരു അമ്പലം ഉള്ളത് കൊണ്ട് അവിടേക്ക് വരുന്ന വാഹനങ്ങളുടെ നികുതി ഇനത്തിൽ സർക്കാരിന് എന്തോ പണം കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു അവകാശവാദമായി നിങ്ങൾ ഉയർത്തി കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ശബരിമല ക്ഷേത്രം മൂലം സർക്കാരിന് റവന്യൂ വരുമാനം ഉണ്ടെങ്കിൽ. അതെ, ആയിക്കോട്ടെ. ശബരിമല ക്ഷേത്രത്തിൽ മാത്രമല്ല, ഇവിടെ പല പള്ളികളിലും തീർത്ഥാടകർ വരുന്നുണ്ടാവില്ലേ? സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. അത് ഈ വരുന്ന പള്ളികളിലെല്ലാം വരുന്ന വണ്ടികൾ അതിർത്തിയിൽ ടാക്സ് അടച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതെ, കൊടുക്കുന്നുണ്ടല്ലോ. കൊടുക്കണം എന്ന് ഞാൻ പറയുന്ന ഞാനിത് ശബരിമല ക്ഷേത്ര കാര്യത്തിന് വേണ്ടി മാത്രമല്ല. ഇവിടെ വരുന്നവർ മനുഷ്യരാണ്. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അവർക്ക് മലമൂത്ര വിസർജനത്തിന്, കുടിവെള്ളത്തിന്, ഭക്ഷണത്തിന് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ചെയ്തു കൊടുക്കുന്നത് എന്താ തെറ്റെന്താ? ഞാൻ അടിസ്ഥാന സൗകര്യം ചെയ്തു കൊടുക്കണമെന്നേ പറയുന്നുള്ളൂ. അവർക്ക് മണിമാണികൾ പണിത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് രാഷ്ട്രീയമായി സംഘടിക്കാൻ കഴിയാതെ? അവരെ അവഗണിച്ചതുകൊണ്ടാണ്. ഹിന്ദുക്കൾ രാഷ്ട്രീയമായി സംഘടിക്കാത്തതിന് ഹിന്ദുക്കൾക്ക് നേതൃത്വമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കണ്ടേ? അതല്ലാതെ അവഗണിക്കുകയാണെങ്കിലാണല്ലോ സംഘടിക്കാൻ തോന്നുക. അവർ അസംഘടിതരായതുകൊണ്ട് തന്നെയാണ്. കുറച്ചുകൂടെ വ്യക്തത എന്താണ് കുമ്മനം ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഹിന്ദുക്കൾക്ക് എന്തുകൊണ്ട് രാഷ്ട്രീയമായി സംഘടിക്കാൻ കഴിഞ്ഞില്ല? അല്ല, അവർ അസംഘടിതരാണ്. അവരുടെ ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, സാമുദായികമായിട്ടുള്ള ചില
പ്രശ്നങ്ങളുണ്ട്, സംഘടനകൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അവരുടെ ഇടയിലുണ്ട്. അതൊക്കെ പരിഹരിച്ച് കൊണ്ടുവരികയാണ്. BJP ആണല്ലോ ഹിന്ദുക്കളെ ഏകോപിപ്പിക്കേണ്ട പാർട്ടി. രാജ്യത്ത് അങ്ങനെയാണല്ലോ മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത്. BJPക്ക് ഇതുവരെ അതിന് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? കേരളത്തിലൊരു പ്രത്യേക സാഹചര്യം ആ നിലയ്ക്കുണ്ടോ? കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകളും എല്ലാ ഹിന്ദുക്കളെയും സംഘടിപ്പിക്കുക എന്നുള്ള ജോലി BJPയുടേതല്ല, അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഹിന്ദുക്കളെ സംഘടിപ്പിക്കാൻ ഹിന്ദു സംഘടനകളുണ്ട്. ആ ഹിന്ദു സംഘടനകൾക്ക് പരിദേവനങ്ങളുണ്ട്, ആവലാതികളുണ്ട്, ആക്ഷേപങ്ങളുണ്ട്, വർഷങ്ങളായിട്ടുണ്ട്. ആ സമൂഹത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ ഹിന്ദു സംഘടനകളെ സംഘടിപ്പിക്കേണ്ടതൊന്നും BJPയുടെ ചുമതലയല്ല. BJP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഏത് ജനതയായിരുന്നാലും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളവർക്ക് BJPയുടെ ചുമതലയാണ്. അത്രയേ ഉള്ളൂ. ഇവരെ മുഴുവൻ മതപരമായ രീതിയിൽ സംഘടിപ്പിച്ച് ആ സംഘടന കെട്ടിപ്പടുക്കേണ്ട കാര്യമൊന്നും BJPയുടെ ഉത്തരവാദിത്തപ്പെടുന്നതല്ല. ഹിന്ദുക്കളുടെ അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ഹിന്ദു സമൂഹത്തിൽ അങ്ങനെ ഒരു ജാതി വിദ്വേഷം ഉണ്ടായതിൻ്റെയും ഐത്തവും അനാചാരം അസ്പൃശ്യമൊക്കെ ഉണ്ടായി. ഇതൊരു 1000 വർഷക്കാലം കൊണ്ട് ഈ വക പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൽ ഒരു പരിഷ്കരണ പ്രവർത്തനങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്, നവോത്ഥാന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ മഹാത്മാക്കൾ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ ശ്രമിച്ച് അതിനു വേണ്ടിയിട്ടാണ്. അത് തുടരുകയാണ്, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അത് തുടർന്ന് ഇന്ന് ഒരു നല്ല ദിശയിൽ അത് എത്തിയിട്ടുണ്ട്. പഴയതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. CPM ഇതിനകം തന്നെ RSS സർസംഘചാലക് മോഹൻ ഭാഗവത് കേരളത്തിൽ വന്നിട്ട് RSS CPM സംഘർഷം ഒഴിവാക്കുന്നതിന് ചർച്ചകൾ ആകാം എന്ന് പറഞ്ഞു. അത് സംബന്ധിച്ച് ഒരു ഗൗരവമുള്ള പ്രസ്താവന തന്നെയാണോ സർസംഘചാലക് പുറപ്പെടുവിച്ചിട്ടുള്ളത്? CPMുമായുള്ള ചർച്ച സാധ്യമാകും എന്ന് RSS കരുതുന്നുണ്ടോ? അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. കാരണം ശരിയാണ്, ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ശാന്തി സമാധാനം ആവശ്യമാണ്. ആ ഒരു ആഗ്രഹം അദ്ദേഹം പങ്കുവച്ചു. അപ്പോൾ അത് പുറത്ത് പങ്കുവെച്ച കേട്ട ആൾക്കാർ അത് പത്രലേഖകരോടും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിയാക്ഷൻ എന്നുള്ള നിലയ്ക്ക് CPMൻ്റെ നേതാക്കന്മാരും പറഞ്ഞു ചർച്ചയ്ക്ക് തയ്യാറാണ്. അപ്പോൾ തത്വം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏത് കാര്യത്തിലും തത്വവും പ്രയോഗമുണ്ട്. ഇപ്പോൾ ഇവിടെ തത്വം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൻ്റെ പ്രയോഗം എങ്ങനെ എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ട് ഉരുത്തിരിഞ്ഞു വരേണ്ടതാണ്. അത് സ്വാഭാവികമായിട്ട് ഉരുത്തിരിഞ്ഞു വരും. ഈ തത്വം അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അതിൻ്റെ പ്രയോഗവും എങ്ങനെ വേണം എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഉരുത്തിരിഞ്ഞു. എന്തുകൊണ്ട് ഇപ്പോൾ CPMുമായി ഒരു ചർച്ച? ഇപ്പോൾ എന്നുള്ളതിൽ ഇത് എന്നും RSSനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെ നിലപാട്. ഇതിനു മുമ്പും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നൊരു 3 വർഷങ്ങൾക്ക് മുമ്പും ചർച്ചയെപ്പറ്റി സംസാരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം RSS പ്രത്യേകിച്ച് കണ്ണൂർ പ്രദേശങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുകയൊക്കെ ചെയ്തു. നിരവധി ആളുകൾ RSSൻ്റെ പ്രവർത്തനത്തിലേക്ക് വന്നു. സ്വാഭാവികമായിട്ടും CPMൻ്റെ ഭാഗത്തുനിന്ന് സംഘർഷമുണ്ടായി കഴിയുമ്പം അത് പല സ്ഥലത്തും വ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ എന്നും RSSനെ സംബന്ധിച്ചിടത്തോളം സമാധാനം ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമാണ്. ആ ശാന്തി സമാധാനം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു കാര്യം. ശാന്തി സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രവർത്തനം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഒക്കെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇത് മതവിഭാഗങ്ങളുടെ കാര്യത്തിലും RSS ചെയ്തിട്ടുള്ളതാണ്. ക്രിസ്ത്യൻ മതവിഭാഗവും മുസ്ലിം മതവിഭാഗമായിട്ടും ചർച്ച നടത്തിയിട്ടുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം അതിന് തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല. ഇനി മറുഭാഗത്തിൻ്റെ റെസ്പോൺസ് എന്താണെന്നറിയണം. ഞങ്ങൾ ആരും ചർച്ചയ്ക്ക് തയ്യാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയിച്ചു കഴിഞ്ഞു. ഇനിയാണ് അതിൻ്റെ പ്രയോഗം എന്ന് ഞാൻ പറയും. എങ്ങനെയാണ് അഖിലേന്ത്യാ നേതാക്കളുമായിട്ടാണോ അതോ ഇവിടെ പ്രാദേശിക തലത്തിലാണോ എങ്ങനെയാണോ വേണ്ടത് എന്നുള്ള അതിൻ്റെ സ്വഭാവവിശേഷങ്ങളെ പറ്റി പറയാറായിട്ടില്ല. CPMും RSSും രണ്ട് ആശയഗതിക്കാരാണ്. രണ്ട് വൈരുദ്ധ്യങ്ങളിലാണ് അവർ നിൽക്കുന്നത്. അവരുമായി ഒരു ചർച്ച ചെയ്ത് പ്രാദേശിക തലത്തിൽ സഹകരണം ഉണ്ടാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതായത് RSSും CPMും ഒരേ നാട്ടിൽ ഒരേ പ്രദേശത്ത് രണ്ട് കൊടിക്കീഴിൽ സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയുടെ സാഹചര്യത്തിൽ സാധ്യമാണോ? അല്ല, എന്തുകൊണ്ടായിക്കൂടാ? കാരണം അവരവരുടെ പ്രത്യയശാസ്ത്രത്തിലും തത്വസംഹിതകളും വിശ്വസിച്ചുകൊണ്ട് അവരവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഒരു നാട്ടിൽ ഉടലെടുക്കുന്നത് നല്ല കാര്യമല്ലേ? തീർച്ചയായും നല്ല കാര്യമാണ്. പക്ഷെ അതിന് സാധ്യതയുണ്ടോ എന്നാണ്. RSS എന്താണ് അതിന് വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ BJP എന്താണ് വിലയിരുത്തുന്നത്? 365 ദിവസം എന്തായിരുന്നാലും സംഘടന നടക്കുന്നില്ലല്ലോ. ചില സന്ദർഭങ്ങളിലെ ചിലയിടത്തൊക്കെ അല്ലേ സംഘടനകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ബാക്കി ദിവസങ്ങളിൽ സംഘടനയില്ലാത്ത ഒരു വലിയ പ്രദേശങ്ങൾ അവിടെ ഉണ്ടല്ലോ. അതെങ്ങനെയാണ് അവരുടെ സംഘടനയില്ലാതെ സംഘർഷമൊന്നുമില്ലാതെ സമാധാനപരമായിട്ട് കഴിയുന്നത്? എന്താണ് അത്? കുറച്ച് സ്ഥലങ്ങളിലും കൂടി സംഘർഷമുള്ള സ്ഥലങ്ങളിലും കൂടി അത് പ്രാവർത്തികമാക്കിക്കൂടെ? ആയിക്കൂടെ? അതിനുള്ള സാധ്യതകളില്ലേ? ഉണ്ടല്ലോ. ചില സ്ഥലങ്ങളിൽ സ്ഥിരമായി എന്നും സംഘർഷം മാത്രമേ ഉള്ളൂ, അങ്ങനെയൊന്നും ഇല്ലല്ലോ.
എല്ലായിടത്തും ആകാവുന്നതാണ്. SNDP യോഗത്തിനെ ഇതിനകം തന്നെ സ്വാധീനിക്കാൻ BJPയുടെ ദേശീയ നേതൃത്വത്തിന് കഴിഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയുണ്ട്. NSS അവിടെ നിൽക്കുകയാണ്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കുമ്മനം രാജശേഖരനോട് അനുഭാവപൂർവമായ സമീപനമല്ല സ്വീകരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ആളായി അവതരിപ്പിക്കപ്പെടുന്നത് എന്ന ചോദ്യമാണ് സുകുമാരൻ നായർ കുമ്മനം രാജശേഖരനോട് ചോദിക്കുന്നത്. NSS സമദൂര സിദ്ധാന്തമാണെന്ന് അവർ വ്യക്തമായിട്ട് അവരുടെ നയം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സമദൂര സിദ്ധാന്തം പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തോട് എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അവരുടെ നയമാണ്. യഥാർത്ഥത്തിൽ ഈ SNDP യോഗവുമായി ഒരു അടുത്ത ബന്ധത്തിന് പോയത് രാഷ്ട്രീയ അബദ്ധമായോ? ഒരിക്കലും NSS പോലുള്ള സംഘടനകൾ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. അതില്ല, പണ്ടത്തെ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല. ഇതിന്റെ പേരിലൊന്നും സ്വീകരിച്ചിട്ടില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞ പരാതി? NSSന്റെ വിമത ഗ്രൂപ്പുകളെ, നായർ വിമത ഗ്രൂപ്പുകളെ BJP നേതാക്കൾ, BJP ഭാരവാഹികൾ തന്നെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നാണോ? അല്ല, അങ്ങനെ ഞങ്ങൾ തമ്മിൽ പറഞ്ഞ വിഷയങ്ങൾ പുറത്ത് അങ്ങനെ പ്രചരിപ്പിച്ച് നടക്കാനുള്ള കാര്യമല്ല. അത് രണ്ട് സംഘടനകൾ തമ്മിലുള്ള പ്രശ്നമാണ്. അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങൾ തമ്മിൽ പറഞ്ഞ കാര്യങ്ങൾ സംഘടനാപരമായ കാര്യങ്ങളാണ്. അത് പരിഹരിക്കാവുന്നതാണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പുറത്ത് പറയാവുന്ന ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ദീർഘമായി സംസാരിച്ച വിഷയങ്ങളൊന്നും ഞാൻ പുറത്തിപ്പോൾ പറയേണ്ട കാര്യമില്ല. പക്ഷേ UDFനെയും LDFനെയും പുറത്തു തട്ടി അഭിനന്ദിക്കുമ്പോൾ BJPയെ വിമർശിക്കാനാണ് സുകുമാരൻ നായർ സമയം കണ്ടെത്തുന്നത്. അതൊരു വലിയ തിരിച്ചടിയല്ലേ ഈ ഘട്ടത്തിൽ? ഒരു തിരിച്ചടിയുമില്ല. അദ്ദേഹം ചില കാര്യങ്ങൾ, അദ്ദേഹത്തിനുള്ള പരാതികളാണ് അദ്ദേഹം പറഞ്ഞത്. ആ പരാതികൾ പരിഹരിക്കാവുന്നതാണ്. കുമ്മനം ഒരു NSS നോമിനിയായി വന്നതിൽ സുകുമാരൻ നായർ രോഷം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ നോമിനിയായത്, അല്ലെങ്കിൽ NSSന്റെ നോമിനിയായി അവതരിപ്പിക്കപ്പെടുന്നത് എന്ന ഒരു സംശയം സുകുമാരൻ നായർ പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ അങ്ങനെ അവകാശപ്പെട്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് മന്നത്ത് പത്മനാഭനെ കുറിച്ചാണ്. എൻ്റെ അടുപ്പം മന്നത്ത് പത്മനാഭനുമായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലെ NSSന്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുകയോ ഞാനൊരു NSSന്റെ പ്രവർത്തകനായി തുടരുകയോ ഒന്നും ഒരു കാലത്തും ചെയ്തിട്ടില്ല. ഞാൻ NSSൽ പ്രവർത്തിച്ചിട്ടേ ഇല്ല. എനിക്ക് NSSന്റെ നേതാക്കളുമായി സൗഹൃദമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. NSSന്റെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ മന്നത്ത് പത്മനാഭൻ തൊട്ട് തന്നെ എനിക്ക് ഇടപെടാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതെൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് എന്നും ഒരു നിധി പോലെ ഞാൻ സൂക്ഷിക്കുകയാണ്. അവരുമായിട്ടുള്ള ആ ഒരു ഇടപഴകൽ ഇന്നും അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ കുമ്മനം വന്നതിന് ശേഷമുള്ള BJPയോട് ഏറ്റുമുട്ടുക എന്ന സമീപനമാണ് സുകുമാരൻ നായർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് താങ്കളെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ രോഷാകുലനാക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു നയം അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടെന്ന് എനിക്കിതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. ഞാൻ അദ്ദേഹവുമായി ഇടപഴകുന്ന എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അദ്ദേഹം ചില കാര്യങ്ങളിൽ ചില പരാതികൾ അദ്ദേഹത്തിനുണ്ട്. ആ പരാതികൾ കേൾക്കുകയും അത് ഒരു സൗമ്യ സൗഹൃദം NSSുമായിട്ട് വെച്ച് പുലർത്തുന്നതെന്നുള്ള എൻ്റെ ആഗ്രഹം ഞാൻ പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി ഇവിടെ ഇനിയൊരു പ്രശ്നം അവശേഷിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പരിഹരിക്കാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം പരിഹരിക്കാവുന്നത് തന്നെയാണ്. മൂന്നാം മുന്നണി അല്ലെങ്കിൽ NDA അതിപ്പം ഉണ്ടാകണമല്ലോ സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്. BDJS ആയിരിക്കുമോ BJP ആയിരിക്കുമോ ഈ മൂന്നാം മുന്നണി അല്ലെങ്കിൽ NDAക്ക് നേതൃത്വം നൽകുക? അല്ല, ആ കാര്യങ്ങൾ വിശദാംശങ്ങളിലേക്ക് ഇന്നേ വരെ ഒരു ചർച്ചയോ ഒന്നും നടന്നിട്ടില്ല. ഈ BDJSനെ കുറിച്ച് BJPക്ക് വലിയ പ്രതീക്ഷയുണ്ടോ? അത് തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് രൂപീകരിക്കപ്പെട്ടു. അതിന് ഭാരവാഹികളും ഇല്ല, അതിൻ്റെ പ്രവർത്തനവും ഇല്ല. അല്ല, അതിപ്പോഴല്ല, ഇനിയും കിടക്കില്ലേ ദിവസങ്ങൾ. എന്നാലും വളരെ കാര്യമായ പ്രതീക്ഷയുണ്ട്. കാരണം LDFനും UDFനും എതിരായിട്ട് ഇന്ന് ഈ കേരളത്തിലുണ്ടായിരിക്കുന്ന ജനവികാരം, ഒരു വലിയ ജനാഭിപ്രായമുണ്ട്. അതിനെ മുഴുവൻ തന്നെ ഒരു വോട്ട് ബേസാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ ഒരു ജനമുന്നേറ്റം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. അതിന് BJPയും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ രൂപീകരിക്കുന്ന പ്രസ്ഥാനവും ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം സംയോജിപ്പിക്കേണ്ട ഉത്തരവാദിത്വം BJPക്കുണ്ട്. BJP 140 നിയമസഭാ മണ്ഡലങ്ങളിലും മത്സരിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അതായത് ഈ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം സീറ്റ് ഷെയറിങ്ങിനെ കുറിച്ചോ ആരൊക്കെ മത്സരിക്കണമെന്നുള്ളതിനെ കുറിച്ചോ ഏതൊക്കെ സീറ്റിൽ മത്സരിക്കണമെന്നുള്ളതിനെ കുറിച്ചോ ഒരു തീരുമാനം എടുത്തിട്ടില്ല, ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. കാരണം ചർച്ച നടത്തേണ്ട സമയം ഇതല്ല. Nucleus Properties Close Encounter brought to you by Nucleus Properties. Nucleus Villas and Apartments, Kochi, Kottayam. Live life. Powered by Bright Light. പുതിയ ഇവോ സീരീസ് ഫ്രം ബ്രൈറ്റ് ലൈറ്റ്. ബ്രൈറ്റ് ലൈറ്റ്, വിരൽത്തുമ്പിലെ സൂര്യൻ.